വീണ, തലസ്ഥാനത്ത് എങ്ങനെയാണ് കൊട്ടിക്കലാശം ഇങ്ങനെ അലതല്ലി കയറുകയാണോ? സ്ഥാനാർത്ഥികളുടെയൊക്കെ ആത്മവിശ്വാസം എത്രത്തോളം പ്രകടമാണ് ഈ കൊട്ടിക്കലാശത്തിൽ വീണ? അശ്വതി, അവസാന നിമിഷത്തിലേക്ക് എത്തുകയാണ്. ആ അവസാന നിമിഷത്തെ ആവേശം മൊത്തം നമുക്ക് തലസ്ഥാനത്ത് പ്രകടമാണ്. ഇപ്പോൾ എന്നോടൊപ്പം ദിസ്ന കൂടിയുണ്ട്. ഞങ്ങൾ ദിസ്നയെ സംബന്ധിച്ചിടത്തോളം ഇത് തലസ്ഥാനത്തെ ആദ്യ ഒരു തദ്ദേശ തിരഞ്ഞെടുപ്പിൻ്റെ ആവേശം നേരിട്ട് കാണുന്നതിൻ്റെ സന്തോഷം കൂടിയാണ്. ഇനി ഈ ഒരു നിമിഷം കഴിയുമ്പോൾ, അല്പസമയം കഴിയുമ്പോൾ ദിസ്ന ഇവിടെ ഇപ്പോൾ വലിയൊരു തിരക്കും വലിയൊരു ബഹളവും നമുക്ക് കാണാൻ സാധിക്കും. തീർച്ചയായും വീണ സൂചിപ്പിച്ചതുപോലെ തന്നെ തലസ്ഥാന നഗരി കൊട്ടിക്കലാശത്തിന് ഒരുങ്ങി കഴിഞ്ഞു എന്ന് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. അശ്വതി, വലിയൊരു ജനാവലിക്ക് സാക്ഷ്യം വഹിക്കുകയാണ്. പ്രധാനമായും വികസിത അനന്തപുരി എന്നൊരു ലക്ഷ്യത്തിലേക്കാണ് BJP എത്തുന്നതെന്ന് തന്നെയാണ്. അതിനുള്ള പ്രകടന പത്രിക ഉൾപ്പെടെ അവർ പുറത്തിറക്കിയപ്പോൾ പ്രധാനമായും സ്മാർട്ട് സിറ്റി പദ്ധതി ഉൾപ്പെടെ വീടുകൾ, പ്രത്യേകിച്ച് കൂടുതൽ വീടുകളൊക്കെ സാധാരണക്കാരായ ആളുകൾക്ക് എത്തിക്കുക എന്നൊരു ലക്ഷ്യം BJPക്കുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. BJP സംസ്ഥാന അധ്യക്ഷന്റെ നേതൃത്വത്തിലായിരുന്നു NDയുടെ പ്രകടന പത്രിക ഉൾപ്പെടെ പുറത്തിറക്കിയത് എന്ന് തന്നെയാണ്. എന്തായാലും അല്പസമയത്തിനകം ഇവിടെ ശ്രീലേഖയുടെ ഈ കൊട്ടിക്കലാശത്തിന് തുടക്കം കുറിക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിരവധി ആളുകൾ ഇവിടേക്ക് വരുന്നു, വിശിഷ്ട വ്യക്തികൾ ഉൾപ്പെടെ ഇവിടേക്ക് വന്നു. വലിയ രീതിയിൽ വലിയ ആഘോഷത്തോടു കൂടിയാണ് ഈ കൊട്ടിക്കലാശത്തിന് തുടക്കം കുറിക്കുന്നത് എന്ന് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. നേരത്തെ അശ്വതി സൂചിപ്പിച്ചതുപോലെ തന്നെ അല്പസമയത്തിനകമായിരിക്കാം ഇത്തരത്തിൽ കൊട്ടിക്കലാശത്തിന് തുടക്കം കുറിക്കുന്നത് എന്ന് തന്നെയാണ്. തലസ്ഥാന നഗരിയിൽ ആദ്യത്തെ തിരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് തന്നെയാണ് ഞാൻ സാക്ഷ്യം വഹിക്കുന്നത്. നേരത്തെ വീണ സൂചിപ്പിച്ച പോലെ തന്നെ ഈ BJP മുന്നോട്ട് വയ്ക്കുന്ന കുറേ പ്രകടന പത്രികകളുണ്ട്. അത് സാധാരണക്കാരായ ജനങ്ങൾക്ക് ഏറ്റവും പ്രയോജനകരമായ പത്രികയാണ്. അതിൽ എന്തൊക്കെയാണ് ആളുകൾ പ്രതീക്ഷിക്കുന്നത്, എന്തൊക്കെയാണ് വീണ? തീർച്ചയായും ദിസ്ന ചോദിച്ചതുപോലെ തന്നെ വലിയ തരത്തിലുള്ള പ്രതീക്ഷയാണ് ജനങ്ങൾക്കുള്ളത്. അതായത് വെള്ളക്കെട്ടിൻ്റെ ഒരു വിഷയമുണ്ട്, അടിസ്ഥാന സൗകര്യങ്ങൾ വേണം, തെരുവ് നായ ശല്യം വളരെ രൂക്ഷമാണ് തലസ്ഥാനത്തും. അത്തരത്തിലുള്ള വിഷയങ്ങൾ, അതുപോലെ തന്നെ ഗതാഗതം, സുഗമമായിട്ടുള്ളൊരു ഗതാഗത സൗകര്യം, അതിൻ്റെയൊക്കെ അടിസ്ഥാന സൗകര്യങ്ങളിൽ വലിയൊരു പ്രതീക്ഷ ജനങ്ങൾ കാണുന്നുണ്ട്. ഒപ്പം തന്നെ തിരുവനന്തപുരം നഗരത്തെ സംബന്ധിച്ചിടത്തോളം നഗരസഭയിലെ പ്രതിപക്ഷമാണ് ഭാരതീയ ജനതാ പാർട്ടി. അപ്പോൾ ഭാരതീയ ജനതാ പാർട്ടി അടുത്ത ഭരണത്തിലേക്ക് എത്തുമെന്നുള്ള വലിയൊരു വിജയ സാധ്യതയാണ് നമുക്ക് തലസ്ഥാനത്ത് കാണാൻ സാധിക്കുന്നത്. അത്തരത്തിലുള്ള വലിയ തരത്തിലുള്ള പ്രചരണങ്ങൾ തന്നെയാണ്, പരസ്യ പ്രചരണങ്ങളിൽ നമുക്ക് ഉടനീളം കാണാൻ സാധിച്ചതും. ഗൃഹസമ്പർക്ക പരിപാടിയിലടക്കം പൊതുജനങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് അവർ പറയുകയാണ്, തങ്ങളുടെ നാട്ടിൽ ഒരു കുടിവെള്ള പ്രശ്നമുണ്ട്, തങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു കിടപ്പാടമില്ല, അടിസ്ഥാന സൗകര്യങ്ങളില്ല, ഒപ്പം തന്നെ ഗതാഗത സൗകര്യങ്ങളില്ല, ആനുകൂല്യങ്ങൾ കിട്ടുന്നില്ല, പലതരത്തിലുള്ള ആനുകൂല്യ പ്രഖ്യാപനങ്ങൾ മാത്രം നടത്തുന്നു, അത് കിട്ടുന്നില്ല എന്നുള്ള പലതരത്തിലുള്ള ജനകീയ വിഷയങ്ങളിൽ BJPക്ക് അതുമൂലം തന്നെ ഇടപെടാൻ സാധിച്ചു എന്നുള്ളതാണ്. മാത്രമല്ല, ശബരിമല വിഷയം ഈ ഒരു രാഷ്ട്രീയ കേരളത്തിൽ തദ്ദേശ തിരഞ്ഞെടുപ്പുമായി നമ്മൾ കൂട്ടി വായിക്കുകയാണെങ്കിൽ ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ്. ആ വിഷയത്തിലടക്കം ചർച്ച നടക്കുന്നുണ്ട്. അതിൽ BJP തീർച്ചയായും വീണ അത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ദിസ്നയ്ക്കും എന്തൊക്കെയോ പറയണമെന്നുണ്ട്. ദിസ്ന, വീണ, എന്തായാലും ഇപ്പോൾ നിങ്ങൾ തലസ്ഥാനത്ത് തന്നെ തുടരുകയാണല്ലോ. അപ്പോൾ നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട് ഈ മൂന്ന് മുന്നണികളും എങ്ങനെയാണ് ഈ പ്രചരണത്തിൽ ഏർപ്പെട്ടിരുന്നതെന്നൊക്കെ വ്യക്തമായി കണ്ട രണ്ടാൾക്കാരാണ്. എന്താണ് ഇരുവരുടെ അനുമാനം? ഈ പ്രചരണം ഇപ്പോൾ അവസാന ലാപ്പിലേക്ക് കടക്കുകയാണ്. ഇന്ന് കൊട്ടിക്കലാശമാണ്. അപ്പോൾ ഈ മൂന്ന് മുന്നണികളുടെയും പ്രചരണം ദിസ്നയും വീണയും എങ്ങനെയാണ് വിലയിരുത്തുന്നത്? തീർച്ചയായും അശ്വതി സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രധാനമായും ഏറ്റവും എടുത്തു പറയേണ്ടത് ശബരിമല വിഷയത്തിൽ ഊന്നി തന്നെയാണ് ഭൂരിഭാഗവും തെരഞ്ഞെടുപ്പ് പ്രചരണം നടന്നത് എന്ന് തന്നെയാണ്. BJP പ്രധാനമായും ഭക്തരുടെ കൂടെയാണ്. ഏത് വിഷയമായാലും ഭക്തരുടെ കൂടെ ആദ്യഘട്ടം മുതൽ നിൽക്കുന്നത് BJP ആണ് എന്നതിൽ ഒരു സംശയവുമില്ല. മാത്രമല്ല, പ്രധാനമായും കോൺഗ്രസ് ഉൾപ്പെടെ ഈ വിഷയം ഉയർത്തിക്കാട്ടി പ്രചാരണ രംഗത്ത് സജീവമായിരുന്നു എന്നത് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം. അതുകൂടാതെ തന്നെ നേരത്തെ വീണ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ തെരുവുനായയുടെ പ്രശ്നം ഏറ്റവും കൂടുതൽ തലസ്ഥാന നഗരിയിലുണ്ട്. ദിനംപ്രതി കണക്കെടുത്ത് നോക്കിയാൽ ആ തെരുവുനായ ശല്യം ഏറ്റവും രൂക്ഷമാകുന്ന ഒരു സാഹചര്യമുണ്ട് വീണ. വലിയ രീതിയിലുള്ള പ്രതിഷേധ പരിപാടികൾക്കൊക്കെ തിരുവനന്തപുരം സാക്ഷ്യം വഹിച്ചതാണ്. പക്ഷേ യാതൊരു തരത്തിലുള്ള പ്രശ്ന പരിഹാരവും ഉണ്ടായിട്ടില്ല. BJPയുടെ, അതായത് NDA മുന്നോട്ട് വയ്ക്കുന്ന പ്രകടന പത്രികയിൽ ഉൾപ്പെടെ ഈ തെരുവുനായ പ്രശ്നം ഉയർത്തി കാട്ടുന്നുണ്ടല്ലേ? തീർച്ചയായും ദിസ്ന, അത് തന്നെയാണ്. അതായത് ഇത്തരത്തിലുള്ള ജനകീയ പ്രശ്നങ്ങൾ നമുക്ക് ഉടനീളം കാണാം എന്നുള്ളത്. ആ ജനകീയ പ്രശ്നങ്ങൾക്ക് BJPയുടെ ഭാഗത്തുനിന്ന് കൃത്യമായി ഇടപെടൽ ഉണ്ടാകുമെന്നുള്ള ഉറപ്പ് കൂടി നൽകുന്നു. ഒപ്പം തന്നെ BJP അധ്യക്ഷൻ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്യാമ്പയിൻ കൂടി സോഷ്യൽ മീഡിയ കേന്ദ്രീകരിച്ച് നടത്തിയിരുന്നു. ആ ക്യാമ്പയിനിലടക്കം കൃത്യമായി പറയുന്നുണ്ട്, നിങ്ങൾക്ക് ജനകീയ വിഷയങ്ങൾ ഞങ്ങളെ നേരിട്ട് അറിയിക്കാം, അത് സോഷ്യൽ മീഡിയയിൽ കൂടി ഞങ്ങളെ അറിയിക്കാം എന്നുള്ളത്. അത്തരത്തിൽ BJP നടത്തിയ, ദിസ്ന സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിൽ BJP നടത്തിയ ജനകീയ വിഷയങ്ങളെ ഇടപെടലുകൾ എല്ലാ ഏരിയയിലുമുള്ള ജനങ്ങളെ കാണുന്നു, സമസ്ത മേഖലയിലും ഇടപെടൽ നടത്തുന്നു. വലിയൊരു പ്രതീക്ഷയാണ്, ഒരു മാറ്റം തന്നെ നമുക്ക് തിരുവനന്തപുരം കോർപ്പറേഷനിൽ കാണാൻ കഴിയും അല്ലേ? ആ കണക്കിനല്ലേ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് ദിസ്ന?
തീർച്ചയായും വീണ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് BJP പ്രധാനമായും ഗ്രാമപ്രദേശങ്ങളിൽ ഉൾപ്പെടെ വേരൂന്നിയിരിക്കുന്നു എന്ന് തന്നെയാണ് ഏറ്റവും എടുത്തു പറഞ്ഞത്. നമുക്കറിയാം ഏറ്റവും കൂടുതൽ സാമൂഹിക പെൻഷൻ സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ പേരിൽ വലിയ രീതിയിൽ ഇത്തരത്തിൽ ഈ പെൻഷന്റെ പേര് പറഞ്ഞുകൊണ്ട് വോട്ട് പ്രചാരണം നടത്തുന്ന LDF-നെ നമ്മൾ കണ്ടതാണ്. അത് തിരുവനന്തപുരം നഗരസഭയിലെ വിവിധയിടങ്ങളിൽ ഇത്തരത്തിലുള്ള ഈ പെൻഷൻ പദ്ധതിയുടെ പേര് പറഞ്ഞ് വോട്ട് നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രചാരണം നടത്തിയതൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ ജനങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ വലിയ രീതിയിൽ അവബോധമുള്ളവരായി അല്ലെങ്കിൽ അറിവുള്ളവരായി മാറി എന്നത് തന്നെയാണ് അശ്വതി. ഇത്തരത്തിൽ ഈ സുരക്ഷാ പദ്ധതിയുടെ പേരിൽ ഇത്തരത്തിലൊരു പ്രകടന പത്രികയൊക്കെ ഇറക്കുമ്പോൾ ഈ പദ്ധതി നടപ്പിലാക്കിയിട്ടില്ല എന്നൊക്കെ മനസ്സിലാക്കാനുള്ള ബോധ്യവും ഒക്കെ തന്നെ ഈ സാധാരണക്കാരായ ജനങ്ങൾക്കുണ്ടായി എന്നത് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. അതോടൊപ്പം തന്നെ അതായത് പ്രകടന പത്രികയിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്കുൾപ്പെടെ നിരവധി തീർച്ചയായും ദിസ്ന അത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ദിസ്നയും വീണയും തലസ്ഥാനത്തെ ആവേശം അതൊട്ടും ചോരാതെ തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കും.